സ്വാതന്ത്ര്യത്തിന്റെ ഈ മഹത്തായ ദിവസത്തിൽ നമ്മൾ അഭിമാനത്തോടെ ഓർക്കുന്നു ഇന്ത്യയുടെ വാഹന നിർമ്മാണ ശക്തിയെ. റോഡിലും കൃഷിയിലും പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം ട്രക്കുകളും ട്രാക്ടറുകളും. ഇതാണ് ഇന്ത്യയുടെ വളർച്ചയുടെ ശക്തികൾ. ഇവയില്ലാതെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മുന്നോട്ടു പോവില്ല. These are the wheels that drive our economy. Terrains and the spirit of Indian machines. ഇന്ത്യൻ ഹൈവേകളുടെ നീളവും കൃഷിയിടങ്ങളുടെ കഠിനതയും കയറ്റിറക്കമുള്ള പർവ്വതപാതകളും മഴയിൽ നനഞ്ഞ സ്ലിപ്പറി റോഡുകളും കാടുകളുടെ ആഴങ്ങളുമാണ് ഇവ നേരിടുന്നത്. ഇന്ത്യയുടെ മരുഭൂമിയിലുള്ള ചൂടും കട്ടിയുള്ള ഓഫ് റോഡ് റൂട്ടുകളും എല്ലാം അതിജീവിക്കുന്നു നമ്മുടെ സ്വന്തം ട്രക്കുകളും ട്രാക്ടറുകളും. ഇത് ഇന്ത്യയുടെ വാഹനശക്തികളാണ്. ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി ടെൽകോ എന്ന പേരിൽ സ്ഥാപിതമായ ഈ കമ്പനിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനസ് കമേഴ്ഷ്യൽ വെഹിക്കിൾ 1954 നിർമ്മിച്ചത്. പിന്നീട് ലോകം മുഴുവൻ തിരിയുന്ന ടാറ്റ എസിയും വലിയതും ശക്തവുമായ പ്രീമ സീരീസും അവതരിപ്പിച്ചു. ടാറ്റ 407, LPT സീരീസ്, അൾട്ര, സിഗ്ന, പ്രീമ എല്ലാം ഓരോ സെഗ്മെന്റിലും മാർക്കറ്റ് ലീഡർ ആണെന്നും പറയാം. ഇന്ന് കമേഴ്ഷ്യൽ, ഡിഫൻസ്, ഇലക്ട്രിക്, മൈനിംഗ് മുതൽ ലാസ്റ്റ് മൈൽ ഡെലിവറി വരെ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോഴും വളർച്ചയുടെ പാതയിലാണു. 100% മേക്ക് ഇൻ ഇന്ത്യ, 100% മാർക്കറ്റ് ട്രസ്റ്റ്. ഇത് വെറും ട്രക്കുകളല്ല, ഇന്ന് ഇന്ത്യൻ ട്രക്ക് വ്യവസായത്തിന്റെ അടിത്തറയാകുന്നു. അശോക് ലേലൻഡ്. ഇന്ത്യയുടെ കമേഴ്ഷ്യൽ ട്രക്ക് ചരിത്രത്തിൽ മറക്കാനാകാത്ത പേര്. 1948 മദ്രാസ് ഓട്ടോ സർവീസ് വഴി തുടങ്ങിയ അശോക് മോട്ടോഴ്സ് 1955 ബ്രിട്ടീഷ് ലേലൻഡ് മോട്ടോർ കോർപ്പറേഷനും ചേർന്ന് അശോക് ലേലൻഡ് ആയി മാറി. ഇന്ത്യൻ സേനയുടെ ട്രക്ക് ആവശ്യങ്ങൾക്ക് തുടക്കം മുതൽ പങ്കാളിയായി. 4x4, 6x6, 8x8, ഹത്ത സൂപ്പർ സ്റ്റാലിയൻ പോലുള്ള മിലിറ്ററി മോഡലുകൾ ഇന്ത്യൻ ഫോഴ്സസ് വിശ്വസിച്ച് ഉപയോഗിക്കുന്നു. ഡോസ്റ്റ്, ബോസ്, ക്യാപ്റ്റൻ, 3718, അവതാർ പോലുള്ള മോഡലുകൾ കൊണ്ട് ഇന്ത്യൻ കച്ചവട മേഖലയെ കൈയടക്കി. ഇത് വെറും ട്രക്ക് ബ്രാൻഡ് അല്ല, ഇന്ത്യൻ ട്രാൻസ്പോർട്ടിന്റെ ഹൃദയസ്പന്ദനമാണ്. ഐച്ച മോട്ടോഴ്സ്. എഫിഷ്യൻസി, ഇക്കോണമി, എലഗൻസ് ഈ 3 വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കി. വോവോയുടെ സഹകരണം കൂടിയ ഈ ബ്രാൻഡ് വിശ്വാസത്തിന്റെ പേരാണ് ഇന്ത്യൻ ലോജിസ്റ്റിക്സിൽ. മഹീന്ദ്ര ട്രക്സ്. കർഷകർക്ക് വേണ്ടി മഹീന്ദ്ര ട്രാക്ടേഴ്സ് ഉണ്ടാക്കി തുടങ്ങിയവർ ഇന്ന് വലിയ ട്രക്കുകളും ബസുകളും നിർമ്മിക്കുന്നു. ബിൽറ്റ് ഫോർ ഇന്ത്യ, ബിൽഡ് ബൈ ഇന്ത്യ. SML അസൂസു. പഴയകാലത്ത് സ്വരാജ് മാസ്ഡയുടെ ആയിരുന്നു. പിന്നീട് SML അസൂസു എന്ന പുതിയ രൂപത്തിലെത്തി. ഇപ്പോൾ ഇത് മഹേന്ദ്ര ഏറ്റെടുത്തു. ഷോർട്ട് ആൻഡ് മിഡ് റേഞ്ച് ട്രക്കിംഗിന് ട്രസ്റ്റഡ് നെയിം. ഭാരത് ബെൻസ്. ഡെയിംലർ ജർമ്മനിയുടേതായ ഇന്ത്യൻ രൂപം. ഇന്ത്യക്കായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു. സേഫ്, സ്മാർട്ട് ആൻഡ് സൂപ്പർ റിലയബിൾ. ഫോഴ്സ് മോട്ടോഴ്സ്. ഇന്ത്യൻ ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിളിന്റെ പ്രിയപ്പെട്ട പേരാണ് ഫോഴ്സ് മോട്ടോഴ്സ്. 1958 ബജാജ് ടെമ്പോ ലിമിറ്റഡ് എന്ന പേരിലാണ് ഇത് തുടങ്ങിയത്. 43 വർഷങ്ങൾക്കുശേഷം 2005 കമ്പനി ഫോഴ്സ് മോട്ടോഴ്സ് എന്ന പുതുപേരിൽ പുനർനാമീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ